സേവനങ്ങളെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 15 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സേവനങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറെ ശ്രമകരമാണ്. കാരണം ഉൽപ്പന്നം എന്നത് കാണാനും തൊട്ടറിയാനും കഴിയുന്ന ഒരു റിയാലിറ്റിയാണ്. എന്നാൽ സേവനങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഫിസിക്കൽ രൂപമില്ല. അത് സ്റ്റോക്ക് ചെയ്യാനോ പാക്കറ്റിലേക്ക് നൽകാനോ കഴിയില്ല. മാർക്കറ്റിലെ മത്സരങ്ങളെ പിടിച്ചു നിൽക്കുന്ന ഇക്കാര്യങ്ങളാൽ വലിയ പ്രയാസമാണ്. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഉൽപ്പന്ന നിർമ്മാതാക്കൾ വളരെ പുറകിലാണ് സർവീസ് ഇൻഡസ്ട്രികളും. പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനെ കൊടുക്കുന്നതായി കാണുന്ന അഗ്രസീവായ ശ്രമങ്ങളെ സേവനങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കൊടുക്കുന്നതായും കാണുന്നില്ല. സർവീസ് മേഖല പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സർവീസ് മേഖലയിൽ ഒരു പർച്ചേസ് നടത്തിക്കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഉൽപ്പന്നവും നമുക്ക് ലഭിക്കുന്നില്ല. പകരം നമ്മുടെ ഉള്ളിൽ വൈകാരികമായ ഒരു പ്രതികരണം രൂപപ്പെടും. തൃപ്തിയുടെയോ അതൃപ്തിയുടെയോ ടെൻഷനോ കോപമോ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലോ എന്തുമാകട്ടെ, ഇത്തരമൊരു വികാരമാണ് ഒരു സർവീസ് വില കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ വികാരങ്ങളിലാണ് സർവീസ് ഇൻഡസ്ട്രിയിലുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇതാണ് നിങ്ങൾ ഡെലിവറി ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഇവിടെ ആയിരിക്കണം സർവീസ് മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. ഈ ഒരു പോയിന്റിനെ ഒരു ചവിട്ടുപടിയായി എടുത്താണ് നിങ്ങളുടെ സർവീസ് പ്രൊജക്റ്റ് വിഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത് പരാജയപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഹോട്ടലുകൾ, ആശുപത്രികൾ, ട്രാവൽസ്, ബസ് സർവീസുകൾ, ബാങ്കുകൾ, തീം പാർക്കുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, ബ്യൂട്ടി പാർലറുകൾ, ലൈബ്രറികൾ, പാഴ്സൽ കൊറിയർ സർവീസുകൾ, ഇങ്ങനെ നീണ്ടുപോകുന്ന സർവീസ് ഇൻഡസ്ട്രിയുടെ നിര. ഇതിൽ ഏതിൻ്റെ കാര്യം എടുത്താലും ഉപഭോക്താവിൻ്റെ ഉള്ളിലെ ഇംപ്രഷൻ രൂപപ്പെടുത്തുന്നത് അവിടുത്തെ ജോലിക്കാരാണെന്ന് കാണാം. സ്ഥാപനം എന്നാൽ എംപ്ലോയിയാണ്. എല്ലാ കസ്റ്റമറും ഒരു സ്ഥാപനത്തെ അളക്കുന്നത് അവിടുത്തെ എംപ്ലോയീസിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് അടുത്ത കാലത്ത് ഏതെങ്കിലും തരം സർവീസ് നടത്തിയ കമ്പനികളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയ കമ്പനിയും നിങ്ങളെ അരിശം പിടിപ്പിച്ച കമ്പനിയും അവയിലുണ്ടാകും. സൂക്ഷ്മമായി വിലയിരുത്തിയാൽ അവിടുത്തെ എംപ്ലോയീസിൽ നിന്നുള്ള അനുഭവങ്ങളാണ് പ്രധാനമായും അവ ഉണ്ടാക്കിയതെന്ന് കാണാം. പറഞ്ഞു വരുന്ന എംപ്ലോയീസാണ് ഒരു സർവീസ് സ്ഥാപനത്തെ നല്ലതും ചീത്തയുമാക്കുന്നത്. വിജയത്തിൻ്റെ ഒരു മർമ്മം ഇവിടെയാണുള്ളത്. അതിനാൽ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നതിലും അവരെ ഉചിതമായി പ്രവർത്തിപ്പിക്കുന്നതിലും അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇയാൾ ഈ ജോലിക്ക് പറ്റിയവനല്ല എന്ന എത്രയോ സ്ഥാപനങ്ങളിൽ എത്രയോ പേരെ പറ്റി നമുക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ജോലിക്കാർ സ്ഥാപനത്തെ വളർത്തും എന്നതുപോലെ തന്നെ ചീത്ത ജോലിക്കാർ സ്ഥാപനത്തെ നശിപ്പിക്കും. ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം പ്രശ്നമില്ല. ഫിസിക്കൽ ഉൽപ്പന്നം തയ്യാറാക്കുന്ന വേളയിൽ തൊഴിലാളിയുടെ മാനസികാവസ്ഥ നല്ല ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി ബാധിക്കുന്നേയില്ല. സാധാരണ മാർക്കറ്റിങ്ങിലെ പീകളിൽ നിന്ന് വ്യത്യസ്തമായ ചില പീകൾ സർവീസ് മേഖലയിലുണ്ട്. പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ് എന്നിവയാണവ. ഇവിടുത്തെ പീപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിലെ സ്റ്റാഫിനെയാണ്. ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. മുൻ വിവരിച്ച കാര്യങ്ങളിൽ നിന്ന് സ്ഥാപനത്തെ നെടുന്തൂണ് കസ്റ്റമറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എംപ്ലോയീസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അവരെ തിരഞ്ഞെടുക്കുന്നതിലും ട്രെയിനിങ് നൽകുന്നതിലും അവരെ മാനേജ് ചെയ്യുന്നതിലും ഉള്ള നിങ്ങളുടെ കാര്യക്ഷമതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾ സ്റ്റാഫിന് കൊടുക്കുന്നത് എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് നടത്തുന്ന അതുപോലെ തന്നെ ഇൻറ്റേർണൽ മാർക്കറ്റിങ്ങും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കണം. ഒരു ടീം സ്പിരിറ്റോടെ പ്രവർത്തിക്കാനുള്ള മോട്ടിവേഷനാണ് ഇൻറ്റേർണൽ മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കുന്നത്. വിജയം എന്നത് ഓരോ സ്റ്റാഫ് മെമ്പറുടെയും പ്രയത്നം കൊണ്ട് കൂടിയാണെന്ന് അവർക്ക് ബോധ്യം വരണം. വേതനം മാത്രമല്ല ഒരു എംപ്ലോയിയുടെ താല്പര്യങ്ങൾക്കുള്ള കാരണം. നല്ല എംപ്ലോയി റിലേഷനാണ് സത്യത്തിൽ നല്ല കസ്റ്റമർ റിലേഷനെ പ്രതിഫലിക്കുക. എങ്ങനെ കസ്റ്റമറുമായി ഇടപെട്ട് സംതൃപ്തി ഡെലിവർ ചെയ്യണമെന്ന് ഓരോ എംപ്ലോയിയും അറിഞ്ഞിരിക്കണം. അതുപോലെ ഏതേത് കാര്യങ്ങൾ കസ്റ്റമറുടെ അതൃപ്തിയിലേക്ക് എത്തിക്കുന്നു എന്നതും ഒരു പാഠം പോലെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സർവീസ് പ്രോസസ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങളുടെ സർവീസ് പ്രോജക്റ്റിലെ എല്ലാ ഇവൻറ്റുകളും ഘടകങ്ങളും നിരീക്ഷിച്ച് കൃത്യമായ ഒരു പ്രോസസ്സ് ആയിരിക്കണം നിങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടത്. മോശമായ സർവീസ് കണ്ടെത്താനും അവയെ ശരിയാക്കാനുമുള്ള ശ്രമം എപ്പോഴും തുറന്നുകൊണ്ടിരിക്കണം. കസ്റ്റമറുടെ സംതൃപ്തിയുടെ നില പരിശോധിച്ചറിയാനുള്ള ആശയങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ്. അതിനായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കംപ്ലൈൻറ്റ് ഓർ സജഷൻ സിസ്റ്റം അനിവാര്യമാണ്. നിങ്ങളുടെ സർഗാത്മകത ഉണരേണ്ട ഘട്ടമാണിത്. ഒരു സ്ഥാപനത്തെക്കുറിച്ച് അവിടുന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും കസ്റ്റമേഴ്സിൻ്റെ ചില പ്രതീക്ഷകളുണ്ടെങ്കിലും ടെക്നിക്കലായി ഇതിന് പറയുന്നത് പ്രൈമറി സർവീസ് പാക്കേജ് എന്ന് പറയുന്നു. കൂടുതൽ സംതൃപ്തരായ കസ്റ്റമേഴ്സിനാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ആകർഷകമായ സെക്കൻഡറി ഫീച്ചറുകൾ പ്രൈമറി പാക്കേജിനോടൊപ്പം ചേർത്ത് വെക്കണം. കസ്റ്റമർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കൊടുത്ത് ഡിലേറ്റ് ചെയ്യിപ്പിക്കുന്ന സൂത്രം. നിങ്ങളുടെ സർവീസ് പ്രോസസ്സ് കാലാകാലം നിരീക്ഷണ വിധേയമാക്കുകയാണെങ്കിൽ അവയിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങളും പോരായ്മകളും കണ്ടെത്താനും ഉചിതമായി പരിഹരിക്കാനും നിങ്ങൾക്ക് കഴിയും. ആശുപത്രികളിലെ സേവനങ്ങൾ നോക്കാം.
നമ്മുടെ നാട്ടിലെ ആശുപത്രികളിലെ കാര്യം എടുത്തു നോക്കിയാൽ എത്രമാത്രം പ്രശ്നങ്ങൾ അവിടെ നിത്യേന ഉണ്ടായിരിക്കുന്നുവെന്ന് കാണാം. സംരംഭകത്വമുള്ള ഒരു നേതൃത്വത്തിന് എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ് അവിടുത്തെ 80% പ്രശ്നങ്ങൾ. ആരും പ്രശ്നമുണ്ടാക്കാനുള്ള ആശുപത്രികളിൽ പോകുന്നത് മുൻപ് പറഞ്ഞ പ്രൈമറി സർവീസ് പാക്കേജ് മനസ്സിൽ വെച്ചുകൊണ്ട് ചികിത്സ തേടിയോ രോഗികളെ സന്ദർശിക്കാനോ വേണ്ടിയാണ്. സെക്യൂരിറ്റി സ്റ്റാഫ് മുതൽ അറ്റൻഡർമാർ, നേഴ്സുമാർ, ഡോക്ടർമാർ തുടങ്ങിയ എത്രയോ പേരുമായാണ് നിത്യേന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നല്ല ചികിത്സ നൽകാൻ കഴിയുന്ന ആശുപത്രികൾ, നല്ല ഫീസ് നൽകാൻ കഴിയുന്ന കസ്റ്റമർ, എന്നിട്ടും എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾ മാത്രം. അസംതൃപ്തരായ കസ്റ്റമേഴ്സ്, ചിലപ്പോൾ കയ്യേറ്റങ്ങളിൽ വരെ ചെന്നെത്തുന്ന ദുരവസ്ഥകൾ. നിവർത്തികേടുകൊണ്ട് ഇവിടെ വന്നുവിട്ടു എന്ന രീതിയിലാണ് ഓരോ കസ്റ്റമറും മിക്കവാറും ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് അപമര്യാദയായി പെരുമാറിയാലും ഒരു നേഴ്സ് അഹംഭാവം കാണിച്ചാലും 100 ഇടങ്ങളിൽ വരി നിന്ന് നിങ്ങൾക്ക് ക്ഷമ കെട്ടാലും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം അത് മാനേജ് ചെയ്യുന്നവരിലാണ്. അത് അവരുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് കാണിക്കുന്നത്. കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പ്രോസസ്സുകളെ വിലയിരുത്താത്തതും എംപ്ലോയി മാനേജ്മെൻറ്റിലെ പ്രൊഫഷണലിസത്തിൻ്റെ പോരായ്മയും സർവോപരി സർഗാത്മകമായ ഒരു സംരംഭകത്തിൻ്റെ കുറവുമാണ് ഇതിൻ്റെ എല്ലാം മൂലകാരണം. കുറ്റം സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമാണ്. പരാതികളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതെന്ന് നോക്കാം. സീരിയസ് ആയി കസ്റ്റമറുടെ പരാതികളും നിർദ്ദേശങ്ങളും സത്യത്തിൽ നിങ്ങൾക്ക് വികാസത്തിനുള്ള ഡെവലപ്മെൻറ്റിനുള്ള വഴിത്താരകളാണ് തുറന്നിരുന്നത്. ഒരു മാനേജിംഗ് ഡയറക്ടർക്കോ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനോ കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് പരാതികളിലൂടെ കസ്റ്റമർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സാമാന്യമായി ഒരു അതൃപ്തി ഉണ്ടായാൽ ബഹുഭൂരിപക്ഷം പേരും നിങ്ങൾക്ക് പരാതി നൽകി നിങ്ങളെ നന്നാക്കാൻ ശ്രമിക്കില്ല. അവർ മറ്റൊരിടത്തേക്ക് പോകും, നമ്മളറിയേയില്ല. കോമ്പറ്റീറ്റർമാർ നിരവധി ചോയ്സുകളുമായി മുന്നിൽ ധാരാളം. അവരുടെ സേവനങ്ങൾ താരതമ്യം ചെയ്യാനും സ്വന്തമായ ധാരണകളിൽ എത്താനുമുള്ള കഴിവും സ്വാതന്ത്ര്യമുള്ളവരാണ് ഇന്നത്തെ കസ്റ്റമേഴ്സ്. ഉടമകൾക്ക് ഒരുപക്ഷെ അതിന് കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ കസ്റ്റമറുടെ പരാതികൾക്കും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളോട് കൂറ് കാണിക്കുന്നു എന്നതിൻ്റെ ഒരടയാളമാണ് കസ്റ്റമറുടെ പരാതി. ഒരു പരാതി പെട്ടിയോ പരാതി പുസ്തകമോ സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. സത്യത്തിൽ ഒരു പരാതി നിക്ഷേപിച്ചാൽ ഒന്നും സംഭവിക്കുന്നതായി ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതിനാൽ ആരും അതിന് തുനിയുമെന്ന് കരുതേണ്ട. ആർക്കും പരാതിയില്ലെന്ന ഒരു മിഥ്യാധാരണയിൽ ഉടമയ്ക്ക് വേണമെങ്കിൽ തുടരാം. സത്യത്തിൽ വേണ്ടത് കസ്റ്റമറെ പരാതി പറയാൻ പ്രേരിപ്പിക്കുകയാണ്, കടന്നു പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുകയാണ് വേണ്ടത്. പറയൂ, എന്തു കാര്യമാണ് നിങ്ങളെ അതൃപ്തരാക്കിയത് എന്ന ചോദ്യം അതൃപ്തിയോടെ പോകുന്ന ഒരു കസ്റ്റമറോട് നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? നിങ്ങൾ ഒരു യഥാർത്ഥ സംരംഭകനെങ്കിൽ നിങ്ങൾക്ക് തികച്ചും ഉത്കണ്ഠയുണ്ടാകും. പരാതി പറയുന്നവരുടെ കലയിക്കുന്ന പതിവാണ് ഇന്ന് കൂടുതലും കണ്ടുവരുന്നത്. കലഹം, തർക്കം, ഈഗോ, വെല്ലുവിളി ശോചനീയമായ വിധമാണ് ഇന്ന് പല സ്ഥാപനങ്ങളിലെയും സർവീസ് കൾച്ചർ. അമേരിക്കയിലെ ഇല്ലിനോയ് നഗരത്തിലെ റാഡ്ഫോർഡ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലെ സർഗാത്മകമായ ഒരു രീതി അവിടുത്തെ പരാതികൾ കണ്ടെത്താനും അവയെ പരിഹരിക്കാനും അവരെ അത്യധികം സഹായിച്ചു. ആദ്യമായി പരാതികൾക്കായി അവർ $10,000 ഒരു ഫണ്ട് നീക്കിവെച്ചു. ന്യായമായ പരാതി പറയുന്ന കസ്റ്റമർക്ക് സമ്മാനം പോലെ ഒരു തുക നൽകാൻ. ആദ്യം കുറേ പരാതികൾ സമ്മാനം ഏറ്റുവാങ്ങി. ക്രമേണ അത് കുറഞ്ഞു വന്നു. പിന്നീട് നാമമാത്രമായി. ഇതിലെ മാജിക്കൽ പാർട്ട് മറ്റൊന്നാണ്. ഈ ഫണ്ടിലെ പരാതിക്കുള്ള സമ്മാനങ്ങൾ കൊടുത്തു കഴിഞ്ഞുള്ള ബാക്കി സംഖ്യ അവിടുത്തെ എംപ്ലോയീസിനെ വീതിച്ച് നൽകും. ഒരു അഡീഷണൽ ബോണസായി പരാതികളുടെ എണ്ണം കുറയ്ക്കാനും ആവർത്തിക്കപ്പെടാതിരിക്കാനും ഓരോ എംപ്ലോയിയും പ്രതിജ്ഞാബദ്ധരായി. ഒരു പരാതിരഹിതമായ സർവീസ് നടത്താൻ എംപ്ലോയീസിന് അത് പ്രചോദനമായി. പരാതി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സത്യത്തിൽ നിങ്ങളെയും സ്റ്റാഫിനെയും പ്രോസസ്സിനെയും പ്രൊഫഷണലാക്കാൻ സഹായിക്കുന്നു. പറയൂ, കസ്റ്റമറെ പരാതിക്കായി പ്രചോദിപ്പിക്കും വിധം എന്ത് ആശയമാണ് നിങ്ങൾ നടത്താൻ പോകുന്നത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സർവീസുകൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന ഒരു ഫിസിക്കൽ രൂപം ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഉൽപ്പന്നത്തെ അപേക്ഷിച്ച് അതൊരു കുറവ് തന്നെയാണ്. എന്നാൽ സർവീസുകളെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംരംഭകൻ സർവീസുകൾക്ക് കാണുന്ന ഒരു രൂപമുണ്ടാക്കാനും അതിനെ മാനേജ് ചെയ്യാനുമാണ് ശ്രമിക്കേണ്ടത്. മാർക്കറ്റിംഗ് സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങളോടൊപ്പം സർവീസുകളോടൊപ്പം ഉൽപ്പന്നങ്ങളും ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അതായത് കാറ് എന്നൊരു ഫിസിക്കൽ ഉൽപ്പന്നം വാങ്ങിയാൽ അതിൻ്റെ സർവീസും മെയിൻ്റനൻസും ഇൻഷുറൻസും ഗ്യാരണ്ടിയും പോലുള്ള കാണാൻ കഴിയാത്ത സംഭവങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ മിക്കവാറും ഇക്കാര്യങ്ങളിലൂടെയാണ് കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്നത്. അതുപോലെ സർവീസുകൾ വാങ്ങുന്നവർക്ക് മനോഹരവും ഉപകാരപ്രദവുമായ പല ഫിസിക്കൽ റിയാലിറ്റികളും ഇന്ന് ആഡ് ഓണായി ലഭിക്കുന്നു.
ഇവ സർവീസിനെ കാണുവിധമാക്കാൻ സഹായിക്കുന്നു. ഇതിനൊക്കെ പുറമെ നല്ല വൃത്തിയും വെടുപ്പുമുള്ള സാഹചര്യം, പഴഞ്ചനായ പ്രവൃത്തി സാമഗ്രികൾ ഒഴിവാക്കി കാലത്തിനൊത്ത് പരിഷ്കരിക്കപ്പെട്ടവ, നിങ്ങളുടെ ബിസിനസ് കാർഡ്, ഓഫീസ് സ്റ്റേഷനുകൾ, ബ്രോഷറുകൾ, ഫോമുകൾ, മറ്റ് കമ്മ്യൂണിക്കേഷൻ സാമഗ്രികൾ എല്ലാം നിങ്ങളുടെ സർവീസിൻ്റെ കാണുന്ന മുഖങ്ങളായാണ് കസ്റ്റമർ തിരിച്ചറിയുന്നത്. അലസരായി ചടഞ്ഞുകൂടിയ എംപ്ലോയീസിനെ ഒരിക്കലും കസ്റ്റമർ കാണാൻ ഇടവരികയേ ചെയ്യരുത്. അല്പം ബിസിയായ എംപ്ലോയീസ് ആയിരിക്കണം കാണപ്പെടേണ്ടത്. എംപ്ലോയീസിൻ്റെ കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട്. പ്രൊഫഷണൽ ആയിരിക്കണം വേഷവും മേക്കപ്പും. വല്ലാത്ത നേരം താടി മീശയും വെച്ച റിസപ്ഷനിൽ നിങ്ങൾ തുറിച്ചു നോക്കുന്ന ഒരു എംപ്ലോയി ഒരിക്കലും ഒരു സ്ഥാപനത്തിന് നല്ല ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കില്ല. തൃപ്തനായ ഒരു എംപ്ലോയീസിക്ക് തൃപ്തനായ കസ്റ്റമറെ ഉണ്ടാക്കാനാകും. എപ്പോഴും ഫ്രണ്ട്ലിയായ മൂഡ് അവിടെ എല്ലാ കസ്റ്റമർക്കും കാണാൻ സാധിക്കണം. നേർത്തരം സംഗീതം ബാങ്കുകളിൽ പോലുമുണ്ട്. കഴുത്തുമുട്ട ഉയരമുള്ള കൗണ്ടറുകളിലൂടെ എത്തി നോക്കി ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന ബാങ്ക് ക്ലർക്കിനെ കണ്ടെത്തുന്നതിൽ നിന്ന് ബാങ്കുകളിലെ കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. 90കളിൽ ഉപയോഗിച്ചിരുന്ന മുട്ട മോണിറ്ററും ചെളി പിടിച്ച് തേഞ്ഞ കീബോർഡും വെച്ചിരിക്കുന്ന റിസപ്ഷനുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രൊഫഷണലും കണ്ടംപററിയുമായ ഒരു സർവീസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? സേവനങ്ങളെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 15 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1. എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ സർവീസ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുക. അങ്ങനെയല്ലാത്തവർ വന്നുവിട്ടിട്ടുണ്ടെങ്കിൽ അവരെ കസ്റ്റമറുമായി നേരിട്ട് ഇടപെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റുക. 2. നിങ്ങളുടെ സർവീസ് സ്ഥാപനത്തിൻ്റെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾ ബന്ധപ്പെടുന്ന എംപ്ലോയിയാണ് സ്ഥാപനം. ആ എംപ്ലോയി നന്നായി പെരുമാറിയാൽ സ്ഥാപനം നന്നായി പെരുമാറി എന്ന തോന്നലുണ്ടാക്കും. അയാൾ മോശമായി പെരുമാറിയാൽ സ്ഥാപനമാണ് മോശമായി പെരുമാറുന്നത്. ഒരു സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിയെ കസ്റ്റമർ തെറിവിളിച്ചാൽ മാനേജിംഗ് ഡയറക്ടറും ജനറൽ മാനേജറും ബാക്കി ഉദ്യോഗത്തിലിരിക്കുന്ന സർവരും അടങ്ങുന്ന ഒരു സിസ്റ്റത്തെയാണ് അയാൾ തെറിവിളിക്കുന്നത്. 3. സർവീസ് ഇവൻറ്റുകൾ, ഘട്ടങ്ങൾ, ഘടകങ്ങൾ ഇവയെല്ലാം കൃത്യമായി പഠിച്ച് ഏറ്റവും പ്രശ്നരഹിതമായ എഫിഷ്യൻ്റ് ആൻഡ് ഇഫക്റ്റീവായ ഒരു സർവീസ് പ്രോസസ്സ് കണ്ടെത്തുകയും അത് കാലോചിതമായി പരിഷ്കരിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുക. 4. കസ്റ്റമറിൽ നിന്ന് പരാതികളും നിർദ്ദേശങ്ങളും കളക്ട് ചെയ്യാനുള്ള കാര്യക്ഷമമായ രീതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. കസ്റ്റമറെ പരാതിപ്പെടാൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുക. നിങ്ങളുടെ വീഴ്ചകളും പോരായ്മകളും പരിഹരിക്കാനായി കിട്ടുന്ന അപൂർവമായ റോഡ് മാപ്പായി ഉപയോഗിക്കാൻ അവയെ തിരിച്ചറിയുക, ശ്രമിക്കുക. 5. സർവീസ് പ്രശ്നങ്ങൾ വേറൊരുപാട് നിലയിൽ കസ്റ്റമറെ സ്വാധീനിക്കാനുള്ള അവസരമാണ് തുറന്നിടുന്നത്. കസ്റ്റമറുടെ ഒരു പരാതി തൃപ്തികരമായി പരിഹരിക്കാൻ കഴിഞ്ഞാൽ ആ കസ്റ്റമർ നിങ്ങളുടെ ലോയൽ കസ്റ്റമറായി മാറും. പരാതിയില്ലാത്ത കസ്റ്റമറെക്കാളും കൂടെ ആ കസ്റ്റമർ കാണിക്കും. 6. എപ്പോഴും ഫ്രണ്ട്ലിയായ പോസിറ്റീവ് കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് നിലനിർത്തുന്ന സർവീസ് കൾച്ചറുകൾ രൂപപ്പെടുത്തുക, പരിഷ്കരിക്കുക, നിലനിർത്തുക. 7. എംപ്ലോയീസിൻ്റെ വേഷവിധാനം, മേക്കപ്പ്, പെരുമാറ്റ രീതികൾ ഇവയെല്ലാം തികച്ചും പ്രൊഫഷണലാക്കാൻ ശ്രദ്ധിക്കുക. താടിക്കാരെയും കൊമ്പൻ മീശക്കാരെയും അല്പ വസ്ത്രക്കാരെയും ഓവർ മേക്കപ്പ്, ഓവർ ആഭരണക്കാരെയും ഒഴിവാക്കുക. നെയിം ടാഗുകൾ ധരിക്കുക. കഴിയുന്നത് നിങ്ങളുടെ വിളിപ്പേരുകൾ ആക്കാൻ ശ്രമിക്കുക. വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇക്കാര്യത്തിലുള്ള പ്രൊഫഷണൽ സമീപനത്തെപ്പറ്റി അറിവുണ്ടാകണമെന്നില്ല, പക്ഷേ കമ്പനികൾ അതറിയണം. 8. കസ്റ്റമർ കാണും വിധം ഭക്ഷണം കഴിക്കുന്നതും മൂളിപ്പാട്ട് പാടുന്നതും പുകവലിക്കുന്നതും ചൂയിങ്ങും ചവയ്ക്കുന്നതും കൊഞ്ചുന്നതും കുഴയുന്നതുമെല്ലാം ഒഴിവാക്കുക. കാരണം കസ്റ്റമറെ സംബന്ധിച്ച് എംപ്ലോയിയാണ് സ്ഥാപനം. സ്ഥാപനങ്ങൾ കസ്റ്റമറെ എപ്പോഴും ബഹുമാനിക്കണം. 9. സെയിൽസ് കോളുകൾ നടത്താൻ സർവീസ് സ്ഥാപനങ്ങൾ കാണിക്കുന്ന താല്പര്യം പരാതികളുടെ കാര്യത്തിലും കാണിക്കണം. സെയിൽസിന് വേണ്ടി എത്ര തവണയാണ് നിങ്ങൾ ഫോളോ അപ്പ് കോളുകൾ നടത്തുന്നത്? എന്നാൽ പ്രശ്നം പരിഹരിച്ച് കിട്ടിയോ, ഇനിയും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളുമായി കസ്റ്റമറെ തേടി സർവീസ് കോളുകൾ വരുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. 10. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ഉൽപ്പന്ന നിർമ്മാതാക്കളെക്കാൾ വളരെ പുറകിലാണ് സർവീസ് സംരംഭകർ. സർവീസ് സംരംഭങ്ങൾക്ക് മാർക്കറ്റിംഗ് വേണോ എന്നുപോലും സംശയിക്കുന്നവരുണ്ട്. സത്യത്തിൽ എക്സ്റ്റേണൽ മാർക്കറ്റിങ്ങിനോടൊപ്പം ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് നിർബന്ധമായും വേണം. 11. ടെലിഫോണിലൂടെ വളരെ കാര്യക്ഷമമായി മറുപടി പറയാൻ കഴിയുന്നവരെ മാത്രം ഫോൺ എടുക്കാൻ അനുവദിക്കുക. കാരണം വിളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനമാണ് മറുപടി പറയുന്നത്. അറിയില്ല മുതലായ നിരുത്തരവാദമായ ടോണിലുള്ള മറുപടികൾ കഴിയുന്നത് ഒഴിവാക്കണം. ഓർക്കുക, ഒരു പക്ഷേ നിങ്ങളുടെ വലിയ ഒരു ലോയൽ കസ്റ്റമേഴ്സിനെ ആയിരിക്കും തീരെ പ്രൊഫഷണൽ അല്ലാത്ത ഫോൺ മറുപടികളിലൂടെ നഷ്ടപ്പെടുന്നത്. 12. കസ്റ്റമറുടെ തൃപ്തിയുടെ അളവുകൾ അറിയാൻ കസ്റ്റമർ സർവേ പോലുള്ള പരിപാടികൾ ഉചിതമായി നടത്തുക. അതുപോലെ തന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേകളും നടത്തേണ്ടതുണ്ട്. കാരണം തൃപ്തനായ ഒരു എംപ്ലോയിക്ക് തൃപ്തരായ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനാകും. 13.
സർവീസുകളുടെ കാണാവുന്ന കാര്യങ്ങളെ കഴിയുന്നത്ര മെച്ചപ്പെടുത്തുകയും അത് കൂടെ പരിഷ്കരിക്കുകയും ചെയ്യുക. കാണാനും ഫീൽ ചെയ്യാനും കഴിയുന്ന കാര്യങ്ങൾ കൂടുതൽ കണ്ടെത്തി നിങ്ങളുടെ സർവീസിനെ കഴിയുന്നത്ര തൊട്ടറിയും വിധം ആക്കാൻ ശ്രമിക്കുക. 14. സർ, മാഡം, സോറി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരുപാട് കസ്റ്റമേഴ്സിനെ സോഫ്റ്റ് ആക്കാൻ ആ വാക്കുകൾ ഉപകരിക്കും. നിങ്ങൾ അവരെ ബഹുമാനപൂർവ്വം വിളിക്കുന്ന സംബോധനയാണിത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു കസ്റ്റമർ എന്തുകൊണ്ടും ബഹുമാനം അറിയിക്കുന്നുണ്ട്. അയാൾ തർക്കിക്കുകയോ അല്പം മോശമായി പെരുമാറുകയോ ചെയ്താൽ പോലും സർ, മാഡം വിളികൾ തന്നെയാണ് വേണ്ടത്. കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യണമെന്ന് ബിസിനസ് പ്രോസസ്സിൽ പറയണം. 15. ആശുപത്രികളുടെ ജോലിക്കാരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബോഡി ലാംഗ്വേജിൻ്റെ പ്രാധാന്യം മനസ്സിലാകും. അഹംഭാവത്തിൻ്റെ മൂർത്തിഭാവമായിട്ടായിരിക്കും പലരും നിൽക്കുന്നതും നടക്കുന്നതും മറ്റും. തറ തുടയ്ക്കുന്ന സ്റ്റാഫ് പോലും ചീഫ് സർജൻ്റെ ബോഡി ലാംഗ്വേജിൽ ആയിരിക്കുന്നതും കാണാം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശരീരഭാഷയിലും ഒരു സർവീസ് കൾച്ചർ പ്രതിഫലിച്ചിരിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിസ്സീമമായ സപ്പോർട്ട് തുടർച്ചയായി ഉണ്ടാകണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.